it was needed. Claimed it black as night, cloistered in injustice, dead in the eye of time. Hi all, welcome to my channel True Living by Minnu. നമ്മുടെ ചാനൽ കുറേ നാളായി ഒരു മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വോൾ മേക്ക് ഓവറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു വോൾ ഉണ്ടല്ലോ, ഒരു വെർട്ടിക്കൽ വോൾ, ഈ വോളാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. നിങ്ങൾക്ക് കാണാം മോനെല്ലാം കുത്തി വരച്ചിട്ടേക്കുവാണ് ഈ ഒരു വോളിൽ. ഈ വോള് മാത്രമല്ല, വീട് ഫുള്ളും കുത്തി വരച്ചിട്ടേക്കുവാണ്. കുട്ടികളുള്ള എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ ബാൽക്കണിയോട് ചേർന്നിരിക്കുന്ന ഒരു വോളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാൽക്കണി. നമ്മുടെ ബെഡ്റൂമിലാണ് ബാൽക്കണി ഉള്ളത്. പിന്നെ കട്ടൻ അടച്ചിടാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടം കാരണം കറക്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വോളാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഫോട്ടോസ് വെച്ചിരിക്കുന്നത് ഫ്രെയിമിലൊന്നുമല്ല, അതൊരു ഫോം ബോർഡാണ്. ആ ഫോം ബോർഡിൽ ചുമ്മാ കുറച്ച് ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അത് ഈ താഴ്ഭാഗം ഫുള്ളും, മോനെത്തുന്ന അത്രയും ഭാഗം ഫുള്ളും കുത്തി വരച്ചിട്ടേക്കാണ്. അപ്പം ഈ ഒരു വോള് നമുക്ക് എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്യാം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങളൊരു ക്വിക്ക് ബിഫോർ വീഡിയോ കണ്ടിട്ട് നമുക്ക് മേക്ക് ഓവറിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു വോള് ഫുൾ ക്ലിയർ ചെയ്തു. അവിടെ വെച്ചിരുന്ന ഫോം ബോർഡും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റി അത് നമുക്ക് മേക്ക് ഓവറിനായിട്ട് ചെയ്യാനായിട്ട് അത് ഫുൾ ക്ലിയർ ആക്കി. അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വോളിൽ വാൾപേപ്പർ ഒട്ടിക്കാം എന്നാണ് ആലോചിക്കുന്നത്. കാരണം അത് ഈസിയാണ്, പെയിൻറ് ചെയ്യുന്നതിലും വാൾപേപ്പർ ഒട്ടിക്കുന്നത് ഈസിയാണ്. പിന്നെ കളർഫുൾ ആക്കാനും, പിന്നെ ഈ ഒരു പാം ലീവ്സിൻ്റെ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. അപ്പം പിന്നെ ഞങ്ങൾ വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ വാൾപേപ്പർ ഞങ്ങൾ ഇവിടെ ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ 10 dirhamsനാണ്, ഒരു റോളിന് 10 dirhamsനാണ് മേടിച്ചത്. അപ്പോൾ ഒരു റോള് ഫുള്ള് ഞങ്ങൾ ഇതിന് യൂസ് ചെയ്തില്ല. അതിൻ്റെ ഒരു 3/4 യൂസ് ചെയ്തു, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു റോള് ഫുള്ളായിട്ട് വേണ്ടി വന്നില്ല. വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഒട്ടിക്കരുത്, ഒരാളുടെ ഹെൽപ്പ്, 2 പേര് കൂടിയാണ് വാൾപേപ്പർ ഒട്ടിക്കുമ്പോഴാണ് കറക്റ്റ് നന്നായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ ഭാഗം നമ്മൾ സ്റ്റിക്കർ മാറ്റി ആദ്യം അത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു വൈപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു നമ്മുടെ കാർഡ് വെച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ എയർ ബബിൾസ് വന്നെങ്കിൽ നന്നായിട്ടത് നമ്മൾ അങ്ങനെ വൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ നിങ്ങളുടെ വോളിൽ ഓൾറെഡി ഇതുപോലെ ചെറിയ ബംസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല സ്മൂത്ത് ആവണമെന്നില്ല വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ വാൾപേപ്പർ ഫുൾ ഒട്ടിക്കുവാണ്. അപ്പോൾ ആ ഒരു വെർട്ടിക്കൽ സ്പേസ് മാത്രമേ ഞങ്ങൾ വാൾപേപ്പർ ഒട്ടിക്കുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് ആ ബാൽക്കണിയുടെ മുകളിലായിട്ടൊന്നും ഞങ്ങൾ ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ വാൾപേപ്പർ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് എയർ ബബിൾസ് എല്ലാം വൈപ്പ് ചെയ്ത് വാൾപേപ്പർ ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ക്രയോൺസിൻ്റെ മാർക്കൊക്കെ വാൾപേപ്പറിൻ്റെ അടുത്ത് വന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് ആ ക്രയോൺസ് മാർക്കൊക്കെ കാണാൻ പറ്റും. ദൂരെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അത് വിസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ വാൾപേപ്പർ ചൂസ് ചെയ്യുമ്പം ഇങ്ങനത്തെ കുറച്ച് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ടാണ് വാൾപേപ്പർ ചെയ്യുന്നതെങ്കിൽ പ്രിൻറ്റഡ് വാൾപേപ്പർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വലിയതായിട്ട് ഐസ് ചെല്ലില്ല, കാരണം പ്രിൻറ്റഡ് അല്ലേ, വാൾപേപ്പർ ഓൾറെഡി പ്രിൻറ്റഡ് ആണ്. അതേസമയം പ്ലെയിൻ വാൾപേപ്പർ ആയിരുന്നെങ്കിൽ ആ മാർക്കെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് കണ്ടേനെ. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ബോർഡാണ്, അവിടെ നമ്മൾ ഒരു നൈഫ് വെച്ചിട്ട് അത്രയും ഭാഗം നമ്മൾ പീൽ ഓഫ് ചെയ്തെടുക്കുവാണ്. അപ്പം ഇതുപോലൊരു കാർഡോ അല്ലെ വൈപ്പറോ അങ്ങനെയൊക്കെ വെച്ച് നന്നായിട്ട് നല്ല ടൈറ്റായിട്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊക്കെ വളരെ ഈസി പ്രോസസ്സാണ് കേട്ടോ, കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ ഇതായിട്ട് തോന്നും. അപ്പോൾ അതാ നമ്മൾ ഒരു സെറ്റ് വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ വശവും നമ്മൾ അതുപോലെ തന്നെ വാൾപേപ്പർ ഒട്ടിക്കാൻ പോവാണ്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് കറക്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും അവസാനം. അപ്പം അതിനനുസരിച്ച് വേണം ഒട്ടിക്കാൻ. നിങ്ങൾക്ക് കാണാം ഈ ലീഫിൻ്റെ ഇപ്പുറത്തെ ഭാഗവും ആ ലീഫുമായിട്ട് തന്നെ ചേർന്ന് ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ
ഫുൾ വാൾപേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് എല്ലാം ആ പ്രിൻ്റൊക്കെ കറക്റ്റായിട്ട് വരുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഫ്ലോട്ടിംഗ് ഷെൽഫ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ഷെൽഫ് നിങ്ങൾ കോർണർ മേക്ക് ഓവർ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളൊരു ഫ്ലോട്ടിംഗ് ഷെൽഫ് മാറ്റിയായിരുന്നു. അതേ ഷെൽഫ് തന്നെയാണിത്. അപ്പോൾ ഞങ്ങൾ ഇത് ഇവിടെ ഫിക്സ് ചെയ്യുവാണ്. അപ്പം ഹസ്ബൻഡ് അത് ചെയ്തു തരുവാണ്. അതിൻ്റെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ എടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഡ്രില്ലൊക്കെ ചെയ്ത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഡ്രില്ലിങ് മെഷീൻ ഇല്ല. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇതിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഡ്രില്ലിങ് മെഷീനൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനോട് തന്നെ ചോദിക്കുക. ആരെയിലൊക്കെ കയ്യിൽ കാണും ഇതുപോലെ ഡ്രില്ലിങ് മെഷീനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഷെൽഫ് സ്ട്രെയിറ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ ഇതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം സ്ട്രെയിറ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ. അതൊക്കെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ ഫിക്സ് ചെയ്യുവാണ്. നെക്സ്റ്റ് ഞാൻ ഒരു ടെക്സ്ചർ വേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, DIY ചെയ്യുവാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെന്തായിപ്പോൾ. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ടൈപ്പ് വേസാണിത്. ഇതെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സെറാമിക് വേസിനെ നമ്മളൊരു ടെക്സ്ചർ വേസ് ആക്കുന്ന ഒരു രീതിയാണ്. ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത്, ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലും കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്താണ്. നല്ല സൂപ്പറായിട്ട് വന്നു. കണ്ടാൽ ശരിക്കും ഒരു സെറാമിക് ഒരു ടെറാക്കോട്ട പോട്ടൊക്കെ ആയിട്ട് തോന്നും. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ DIY കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്. മിറർ എപ്പോഴും നല്ല ഭംഗിയാണ് എവിടെ വെച്ചാലും. അപ്പോൾ അത് ഡ്രിൽ ചെയ്ത് ഹസ്ബൻഡ് വെച്ച് തന്നു. ഇനിയും അപ്പം നമ്മുടെ മെയിൻ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി എൻ്റെ ഫേവറേറ്റ് സമയമാണ്, അതായത് ഡെക്കറേറ്റിംഗ് ടൈം. അപ്പം നമ്മുടെ DIY ടെക്സ്ചേർഡ് വേസസ് വെച്ചിട്ടുണ്ട്. അത് 3 ഞാൻ DIY ചെയ്തു. 3 വെച്ചിട്ടുണ്ട്. അത് വിനീഗറിൻ്റെ ബോട്ടിലൊക്കെയാണ്. നല്ല സൂപ്പറായിട്ട് വന്നു. നല്ല അടിപൊളിയായിരുന്നു. ഒരു ടെറാക്കോട്ട വേസസൊക്കെ പോലെ തന്നെ ഇരുന്നത് കാണാനായിട്ട്. അപ്പോൾ അത് 3 വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതുപോലൊരു ഫേസ് ഒരു സ്ട്രക്ചർ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊരു ബോഹോ ടൈപ്പ് ഒരു ഡെക്കോറൈറ്റമാണ്. അത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം എല്ലാം ഒരേ കളർ ഫാമിലി വരുന്ന ഐറ്റംസാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ മണി പ്ലാന്റ് വെച്ചു. ഈ മണി പ്ലാന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. നമ്മൾ ആ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ച ഞാൻ പുതുതായിട്ട് വെച്ച മണി പ്ലാന്റ് ആയിരുന്നു. അത് ഇത്രയും വലിപ്പമായി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ തരാമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇത്രയും വലുതായി നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഞാനൊരു ബുദ്ധയുടെ ഒരു ഫേസ് അവിടെ വെക്കുകയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം എല്ലാം ഞാനൊരു 3 പെയർ എന്ന രീതിയിലാണ് എല്ലാം ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു റൂളാണത്. നമ്മൾ 3 പെയർ ചെയ്ത് എല്ലാം ഡെക്കോർ ചെയ്യുകയാണെങ്കിൽ അത് ഐസിന് ഭയങ്കര ഒരു നല്ലൊരു ഫീൽ തരുമെന്നാണ് അവർ പറയുന്നത്. അവർ എപ്പോഴും പ്രൊഫഷണൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അവർ ഈ ഒരു റൂള് ഫോളോ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തത് 3. നിങ്ങൾക്ക് കാണാം ഞാൻ ഫേസസ് 3 വെച്ചു. ഈ സൈഡിൽ ഞാനൊരു പ്ലാന്ററും ഒരു ബുദ്ധയുടെ ഫേസും ഒരു ബോഹോ ഒരു ഡെക്കോറൈറ്റും വെച്ചു. പിന്നെ ഞാൻ 2 ബുക്ക് വെക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഞാനൊരു ഷോ പീസ് വെക്കുകയാണ്. ഒരു കാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോ പീസ് ഞാൻ ഐക്യയിൽ മേടിച്ചതാണ്. അത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ 3 വെച്ചിരിക്കുന്നത്. 3 അങ്ങനെ പെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെക്കോർ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാം തന്നെ ഒരേ കളർ ഫാമിലിയിലെ ആണെങ്കിൽ അതും നല്ലതാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാം ഈ കാറാണെങ്കിലും വേസ് ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേ കളർ ഫാമിലിയിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചേർന്ന് പോകും. പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഫെയറി ലൈറ്റ്സും ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള മേക്ക് ഓവർ ലുക്കൊന്ന് കണ്ടാലോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തും ഓഫ് ചെയ്യാതെയും കാണിക്കുന്നത് നിങ്ങൾക്ക് രണ്ടിൻ്റെയും ആ എഫക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മേക്ക് ഓവർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത് ഞാൻ DIY ചെയ്ത ടെക്സ്ചർ വൈസ് ആണ്. നിങ്ങൾക്ക് കാണാൻ നല്ല ടെക്സ്ചറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പഴയ വീഡിയോസൊക്കെ കാണുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള മേക്ക് ഓവേഴ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.